ആശാവർക്കർമാർക്ക് അന്ത്യശാസനം. പണിമുടക്കുന്ന ആശാവർക്കർമാരോട് അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. SP ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, കൂടുതൽ നിർദ്ദേശങ്ങൾ എന്താണ് NHMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്? അടിയന്തരമായി തന്നെ ഇവരോട് ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ദേവിക, ശമ്പള വർധനവടക്കം ആവശ്യങ്ങളുമായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ പണിമുടക്കുന്നത്. അടിയന്തരമായി ഇവരോട് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ഇപ്പോൾ NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണമെന്നും അവരോട് NHM വ്യക്തമാക്കുന്നു. കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണമെന്നും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നുമുള്ള നിർദ്ദേശം കൂടി ഇവർ നൽകുന്നുണ്ട്. ഇപ്പോൾ പണിമുടക്കുന്ന ആശാവർക്കർമാരുടെ കണക്ക് ശേഖരണം നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ DMOമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഗൂഗിൾ ഫോം വഴിയാണ് കണക്കെടുപ്പ് തുടങ്ങിയത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. വീണ്ടും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് സർക്കാർ ഇതുവരെ യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങി സമരത്തിന് പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലറായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരോട് അടിയന്തരമായി തന്നെ ജോലിയിൽ തിരികെ കയറണം എന്നാണ് ഈ ഒരു ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവേശിച്ചില്ലെങ്കിൽ അവർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. ദേവിക.